എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കീം 2023ൻ്റെ ഡേറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. May 17th എക്സാം നടത്താൻ പോകുന്നത്. പക്ഷേ ഇതുവരെ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു അപ്ഡേറ്റും നമ്മുടെ സീൻ്റെ സൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ വരുന്നു, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ഞാൻ പറയാൻ പോകുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ റെഡി ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നീറ്റിൽ പറയുന്ന പോലെ തന്നെ, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം. ഓക്കെ, ആൻഡ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലരും നമ്മുടെ ചില സിമ്മ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് റീചാർജ് ചെയ്യാതെ ആ സിമ്മ് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജോ ഒന്നും അതിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ OTP, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഇതൊക്കെ ആ നമ്പറിലേക്കായിരിക്കും SMS ആയിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ അപ്പോൾ ഉള്ള ഇമെയിൽ ഐ ഡി, ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരും തെറ്റുകളൊന്നും വരുത്തി വെക്കരുത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് റിട്രീവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പറും മെയിൽ ഐ ഡി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള പോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. ആൻഡ് അത് ഏതൊക്കെ ക്രൈറ്റീരിയ എന്താണ്, എത്ര സൈസ് വേണമെന്നുള്ളതൊക്കെ നമ്മുടെ പ്രോസ്പെക്ടസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ അടുത്തും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറേ എക്സാംസിന് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വെച്ച നിങ്ങളുടെ സൈനിൻ്റെ ഒരു കോപ്പി നിങ്ങളടുത്ത് വേണം, സ്കാൻ ചെയ്ത് വെച്ചത്. പിന്നെ നാഷണാലിറ്റി പ്രൂഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളടുത്ത് വേണം, ലൈക്ക് ആധാർ കാർഡോ വോട്ടർ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. എന്തിനായിട്ട്? നാഷണാലിറ്റി പ്രൂഫിനായിട്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഏജ് പ്രൂഫ് പറഞ്ഞാൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന സാധനമാണ്. ദെൻ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ 12th കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 10th-ൻ്റെയും 12th-ൻ്റെയും ഉണ്ടായിരിക്കും. ആൻഡ് 12th അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 10th-ൻ്റെ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഉള്ളതാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ലൈക്ക് ജനറൽ, EWS കാറ്റഗറി, OBC, SC, ST അങ്ങനെ എന്തെങ്കിലും കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. നീറ്റിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ കാറ്റഗറിയിലുള്ള റാങ്ക് ലിസ്റ്റും അതിലുള്ള റിസർവേഷനും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഓക്കെ, ആൻഡ് അതുപോലെ NRI ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം നിങ്ങൾക്ക് ലോവർ ഇൻകം ആണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പിനൊക്കെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റും ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ NRI സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് NRI ആണെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കുട്ടികൾക്ക് അത് തന്നെ വേണം. ആൻഡ് ഓൾസോ നിങ്ങൾ JEE-ക്കൊക്കെ എടുത്തത് ചിലപ്പോൾ നിങ്ങളുടെ സെൻട്രൽ ലെവലിലുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതല്ല വേണ്ടത്, നമ്മുടെ സ്റ്റേറ്റിനായിട്ടുള്ളത് തന്നെ വേണം. അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിനൊക്കെ അപ്ലൈ ചെയ്തിടുക. ബന്ധപ്പെട്ട തഹസിൽദാർ ആരാന്ന് സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൊടുത്താൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ റെഡി ആക്കി വെച്ച് കീമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. രജിസ്ട്രേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ നമ്മുടെ വേദാന്തു മലയാളം ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ബൈ.